എല്ലാം ഭൂരിപക്ഷ താല്പര്യമോ എന്നതിൽ എല്ലാം ഭൂരിപക്ഷ താല്പര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ നേരത്തെയും ശേഖർ കുമാർ യാദവിന്റെ വിഷയം ചർച്ച ചെയ്താണ്. അന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി കൊളീജിയം ഇതിൽ വിശദീകരണം തേടുകയാണ് ചെയ്തത്. അന്ന് അലഹബാദ് ഹൈക്കോടതിയോട് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു, അതിന്റെ വീഡിയോ അടക്കം ആവശ്യപ്പെടുകയായിരുന്നു. ആ വീഡിയോ നൽകി. അതിനുശേഷം കൊളീജിയം ജഡ്ജിയെ ശേഖർ കുമാർ യാദവിനെ വിളിപ്പിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വിശദീകരണം അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ ജഡ്ജി ശേഖർ കുമാർ യാദവ് നൽകിയിരിക്കുന്ന പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നിലപാടെടുക്കാനുള്ള ഒരു ധൈര്യം ഈ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഭരിക്കുന്ന UP മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അന്ന് പരസ്യമായി തന്നെ UP മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്ന ജഡ്ജിക്ക് ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായ വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജിയാണ്. ഇതിൽ സുപ്രീം കോടതി കൊളീജിയത്തിന് നടപടികൾ എടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, അത് ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുള്ളതെന്നാണ്, പ്രധാനപ്പെട്ട കേസുകൾ കൊടുക്കാതിരിക്കാം. ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കേസുകൾ കൊടുക്കാതെ കേസില്ല ജഡ്ജിയായി മൂലക്കിരുത്താവുന്ന ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതിക്ക് നീങ്ങാൻ പറ്റും. അത് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിലും വലിയ താല്പര്യങ്ങൾ, അതിനും വലിയ അംഗീകാരം ഒരു പക്ഷേ അതിന് അദ്ദേഹത്തെ വിരമിച്ച ശേഷം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ അയോധ്യ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ചന്ദ്രചൂഡ് ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഇത്തരത്തിലുള്ള പരിഗണന ലഭിച്ചു കഴിഞ്ഞു. ഇനി ചന്ദ്രചൂഡിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം അവസാനമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഗണപതി പൂജയ്ക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ഇടവേള എടുത്ത ശേഷം ഈ തരത്തിലൊരു പ്രധാന സ്ഥാനത്തേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനുള്ള പ്രത്യയശാസ്ത്രം ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം താല്പര്യം സംരക്ഷിക്കേണ്ടതാണ്, അത് ചെറിയ ന്യൂനപക്ഷത്തെ അവഗണിക്കേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്നുള്ളത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് മതപരമായി ഭരണം നടത്തുന്ന എല്ലാ രാജ്യങ്ങളും കാണുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ എടുത്താലും ബംഗ്ലാദേശ് എടുത്താലും അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ല. അവിടെ രണ്ടാംകിട പൗരന്മാരാണ്. അത് തന്നെ ഇവിടെയും നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരിക്കുന്നവരുടെ ആഗ്രഹം. നെഹ്റുവും ഗാന്ധിയും അംബേദ്കറും ഇന്ത്യക്ക് മതേതര ജനാധിപത്യ ഭരണഘടന ഉണ്ടാക്കിയത് അങ്ങനെ ആകരുത് എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ നേർ വിപരീതം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ജഡ്ജിമാർ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. അത് കോടതി വളപ്പിൽ തന്നെ നടത്തുന്നു. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവന, മോഹൻ ഭാഗവത്തിനെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗമായിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണമാണ് ഏറ്റവും വലിയ ഒരു അവരുടെ ആശയം നടപ്പാക്കാൻ പറ്റിയ ഒരു കാര്യമെന്നുള്ളത്. അപ്പോൾ അത് നടപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ നിങ്ങൾ പോരാട്ടത്തിന് പോകരുത്, ഹിന്ദുക്കൾ സംഘടിക്കേണ്ടത് മറ്റു മതസ്ഥർക്കെതിരെയാണ്, ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് ഈ RSSകാർ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഗോൾവാക്കർ എഴുതി വച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസംഗത്തെയും കാണുക. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാനാകില്ല. അപ്പോൾ പൈതൃകം അവകാശപ്പെടാവുന്ന കാര്യത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ചില ഘട്ടങ്ങളിൽ നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ മോഹൻ ഭാഗവതിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടാം. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഇടയ്ക്ക് ഉണ്ടാകും. അതേപോലെ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച പോലെ ഇനി പള്ളികൾ പൊളിക്കാൻ നിൽക്കരുത് എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി പള്ളികൾ പൊളിക്കാനുള്ളത് പൊളിച്ചു, അവിടെ നമ്മൾ ആധിപത്യം നേടിക്കഴിഞ്ഞു, ഇനി എല്ലാ പള്ളികളും ശിവലിംഗം അന്വേഷിച്ച് പോകണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ന്യൂനപക്ഷത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. യഥാർത്ഥത്തിൽ അതല്ല. അത് RSSനകത്ത് നടക്കുന്ന ചില സംഘർഷങ്ങളുടെ പ്രതിഫലനം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മോദിയെ കൊണ്ടുവരുന്നത് RSS ആണ്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ മോദി ദൈവമാകാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം എങ്ങും തൊടാതെ തന്നെ പ്രസംഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഹൻ ഭാഗവത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നർ പൊളിറ്റിക്സ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രതികരണത്തെ കണ്ടാൽ മതി. ഇപ്പോൾ 1971 ബംഗ്ലാദേശിൽ അവിടുത്തെ ഇസ്ലാമിക വർഗീയവാദികൾ പറയുന്ന 71 മുജീബ് റഹ്മാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയവരാണ് ആ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർക്ക് ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭങ്ങളെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതവർ പല സ്ഥലങ്ങളിലും പല അജണ്ടയായും പലരിലൂടെയും കൊണ്ടുവരാൻ ശ്രമിക്കും. അത് അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറയുന്ന ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുഴുവൻ തള്ളി
പറയുന്ന രീതിയിലുള്ള പ്രതികരണത്തിനെതിരെ കേസ് എടുക്കാത്ത എന്തുകൊണ്ട് എന്ന് ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയുടെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ചെയ്യാനുള്ള കാര്യം. നേരത്തെ പറഞ്ഞതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ സുജിയോട് പങ്കിടുകയാണ്. കട്ട്മുല്ല എന്നുള്ളത് ജഡ്ജിമാർക്ക് മാത്രം പറഞ്ഞുകൂടാത്ത വാക്കല്ല, അത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത, അത് വർഗീയ പരാമർശമാണ്. അതിവിടെ ഒരു രാഷ്ട്രീയ നേതാവും ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമാണ്. കട്ട്മുല്ല എന്ന് വെച്ചാൽ സുന്നത്ത് ചെയ്യുന്നതിനെയാണ്, അതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. ഇത് ചില BJP MPമാർ പാർലമെന്റിനകത്ത് പറഞ്ഞത് വലിയ വിഷയമാവുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു അൺപാർലമെന്ററി വേർഡാണ്, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എല്ലാം ഭൂരിപക്ഷ താല്പര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് നിരാശാജനകമാണ്. അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാകും, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. Meet the editors.